പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷയുടെ ഫസ്റ്റ് പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പറിന്റെ ക്ലാസ് എൻ്റെ ചാനലിലൂടെ നൽകാൻ ഞാൻ ഒരു പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ് ഞാൻ ചാനലിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിന്റെ ലിങ്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ എൻ്റെ കൈവശമുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ നിങ്ങൾക്ക് നൽകുന്നതും ആയിരിക്കും. ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ UGC നെറ്റ് എന്ന് പറയുന്നത് മാനവിക, കൊമേഴ്സ് പോലുള്ള വിഷയങ്ങളിൽ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതക്കുള്ള പരീക്ഷയാണ് UGC നെറ്റ്. UGC നെറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള യോഗ്യത ലഭിക്കുന്നത്. UGC നെറ്റ് വിവിധ വിഷയങ്ങളിൽ നൽകുന്നുണ്ട്. ആ വിഷയങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇത് 3 കാറ്റഗറിയിലായിട്ടാണ് UGC നെറ്റ് പരീക്ഷ കഴിഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി 1. ഫസ്റ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത് അവാർഡ് ഓഫ് JRF ആൻഡ് അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ. അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള അപ്പോയിന്റ്മെന്റിനുള്ള യോഗ്യതയും JRF ലഭിക്കാനുള്ള യോഗ്യതയും ഇതിലൂടെ ലഭിക്കും. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസറാനുള്ള യോഗ്യത JRF യോഗ്യത ലഭിക്കുന്നതോടുകൂടി തന്നെ PhD അഡ്മിഷനുള്ള യോഗ്യതയും കൂടി ഇതിലൂടെ ലഭിക്കുകയാണ്. അപ്പോൾ JRF എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ PhD ചെയ്യുകയാണെങ്കിൽ വലിയ ഫെലോഷിപ്പോട് കൂടി PhD ചെയ്യാനുള്ള യോഗ്യതയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് കാറ്റഗറി 1 ലഭിക്കുക. സെക്കൻഡ് കാറ്റഗറി അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD. ഇതിൽ JRF ഉണ്ടല്ല, അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള യോഗ്യതയും ലഭിക്കും, PhD അഡ്മിഷനുള്ള യോഗ്യതയും ലഭിക്കും. മൂന്നാമത്തെ കാറ്റഗറി അഡ്മിഷൻ ടു PhD ഓൺലി. PhDക്കുള്ള അഡ്മിഷനുള്ള യോഗ്യത ലഭിക്കും, പക്ഷേ അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള UGC നെറ്റ് ലഭിക്കില്ല. അതുപോലെ തന്നെ JRF ഉണ്ടായിരിക്കില്ല. ഇതിൽ ആദ്യ കാറ്റഗറി ഉള്ള വിദ്യാർത്ഥികൾ ഹയസ്റ്റ് മാർക്കുള്ളവർ, സെക്കൻഡ് കാറ്റഗറി അതിന് തൊട്ട് താഴെ മാർക്കുള്ളവർ, അതിന് തൊട്ട് താഴെ മാർക്കുള്ളവർക്കാണ് അഡ്മിഷൻ ടു PhD ഓൺലി എന്നുള്ള കാറ്റഗറി. ഓക്കെ, അതുപോലെ തന്നെ വിവിധ ഫെലോഷിപ്പുകൾ ലഭിക്കണമെങ്കിൽ നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസ്, ഇതൊക്കെ PhD ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, PhDക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാഷണൽ ഫെലോഷിപ്പ് ഫോർ അതർ ബാക്ക്വേർഡ് ക്ലാസ് NFOBC, നാഷണൽ ഫെലോഷിപ്പ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി വിദ്യാർത്ഥികൾക്കുള്ള ഫെലോഷിപ്പ് ലഭിക്കണമെങ്കിൽ ഈ പരീക്ഷയിൽ യോഗ്യത നൽകി അതിൽ ഹയസ്റ്റ് മാർക്ക് JRF ലഭിക്കാതെ അതിന് തൊട്ട് താഴെ മാർക്കുള്ള ഈ കാറ്റഗറി SC സ്റ്റുഡൻസിനുള്ള, അതുപോലെ OBC സ്റ്റുഡൻസുള്ള, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി വിദ്യാർത്ഥികൾക്കൊക്കെ ഫെലോഷിപ്പ് ലഭിക്കണമെങ്കിൽ ഇതിലുള്ള യോഗ്യത നേടിയിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിന് 2 പേപ്പറാണ് ഉണ്ടാവുക. ഒന്നാമത്തെ പേപ്പർ 1. പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻ ഉണ്ടാകും, ടോട്ടൽ 100 മാർക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്. പേപ്പർ 2ൽ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്, ടോട്ടൽ 300 മാർക്കിനാണ് പരീക്ഷ. നോ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ നെഗറ്റീവ് മാർക്ക് എന്നുള്ള ഡിസിഷൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യപൂർവ്വം ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. ഇനി ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് ജനറൽ EWS കാറ്റഗറിക്ക് 40% മിനിമം കട്ട് ഓഫ് ആട്ടോ. SC ST OBC PWD ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് 35%. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പേപ്പർ 1ലും ക്വാളിഫൈ ചെയ്യണം, പേപ്പർ 1ലും വേണം, പേപ്പർ 2ലും ഈ കട്ട് ഓഫ് കൈവരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് കൈവരിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ മിനിമം കട്ട് ഓഫ് കടക്കുക. മിനിമം കട്ട് ഓഫ് കടന്നതിൽ ഉയർന്ന മാർക്കുള്ള 6% വിദ്യാർത്ഥികൾക്കാണ് ഈ എന്ത് നൽകുക, JRFനുള്ളതും അതുപോലെ തന്നെ നെറ്റിനുള്ളതും നൽകുക. അതിന് തൊട്ട് താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് PhDക്ക് മാത്രമുള്ള യോഗ്യത കാറ്റഗറി 3 നൽകുക. 6% വിദ്യാർത്ഥികൾക്കാണ് ആദ്യത്തെ 2 കാറ്റഗറിയിൽ ഉൾപ്പെടുക. അതിൽ തന്നെ ഹയസ്റ്റ് മാർക്കുള്ളവർക്കാണ് JRF ലഭിക്കുക. ഓക്കെ, ഇതാണ് നെറ്റിന്റെ ഒരു പാറ്റേൺ. അപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് UGC നെറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ 4 ഇയർ ഡിഗ്രിയിൽ 4ാം വർഷത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ക്രാക്ക് ദ പേപ്പർ 1നെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പേപ്പർ 1 ജനറൽ പേപ്പർ 1 ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇതിന്റെ പേര് ജനറൽ പേപ്പർ 1 ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ 1 എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിൽ 10 യൂണിറ്റ് ആണ് ഉണ്ടാവുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, തേർഡ് കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, എട്ടാമത്തത് ICT, 9 പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ്,
യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ 10 മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക. പൊതുവെ 5 ക്വസ്റ്റ്യനുകൾ ഓരോ മൊഡ്യൂളിൽ നിന്നായിട്ടാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ ചില മൊഡ്യൂളിൽ നിന്ന് 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മറ്റൊരു മൊഡ്യൂളിൽ നിന്ന് അതിന്റെ ക്വസ്റ്റ്യന്റെ നമ്പർ കുറയും. ഇങ്ങനെ ഈ ഏരിയകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഓരോ ഏരിയ ബേസിൽ നമ്മൾ ക്ലാസ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.